ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കുമായിട്ടാണ്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കേണ്ടടുത്ത് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് ഭാഗങ്ങൾ ഡിലീറ്റ് ആയിപ്പോയി. അതിനാൽ ഒന്നുകൂടി പറയണമെന്ന് തോന്നി. എനിക്കിത് വളരെ യൂസ്ഫുള്ളായി തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചാനലിൻ്റെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എനിക്ക് എൻ്റെ ഫാമിലിയെ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും, ഷുവറാണ്. അപ്പോൾ കാര്യമെന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഇംഗ്ലീഷ് ഡബ്ഡ് മൂവീസ് കാണാറുണ്ടോ? അതായത് മലയാളം മൂവീസ് ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്തിട്ടുള്ളവ കാണാറില്ലെങ്കിൽ ഇനി മുതൽ അതൊക്കെ ഒന്ന് കാണണം. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ ഒരുപാട് ഡബ്ഡ് മൂവീസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ മൂവീസ് തുടങ്ങിയ ചാനലിലൊക്കെ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഇംഗ്ലീഷ് കണ്ടും കേട്ടും പഠിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള മൂവീസ് ഉണ്ട്. എന്നാൽ ഇവയിൽ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളവയും അല്ലാത്തവയുമുണ്ട്. സബ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളവയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി സബ് ടൈറ്റിൽ ഇല്ലാത്തവയാണെങ്കിലും ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ ഒരുവിധം മനസ്സിലാക്കിയവർക്ക് കേൾക്കുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ദിവസം ഒരു മൂവി വെച്ച് തുടർച്ചയായി ദിവസവും കാണുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ലേണിംഗ് ലെവൽ എങ്ങനെയായിരുന്നാലും ഈ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഡയലോഗുകൾ മനസ്സിലാക്കാത്തവ പോസ് ചെയ്ത് കേൾക്കുക. പുതിയ വാക്കുകൾ കേൾക്കുമ്പോൾ എഴുതി വെച്ച് വേർഡ് മീനിങ് കണ്ടെത്തി പഠിച്ച് പരിശീലിക്കുക. മുമ്പേ പറഞ്ഞതാണ്, ഇത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി കൂടി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. ഇതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തു നോക്കൂ. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് എന്തായാലും എന്ത് തന്നെയായാലും ഒരു നോട്ടിലേക്ക് എഴുതുക. ദിവസവും ഒരു അരമണിക്കൂർ ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കും. ഒരുപക്ഷെ തുടക്കത്തിൽ അവയിൽ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഉണ്ടാകാം, അത് കാര്യമാക്കേണ്ട. തുടർച്ചയായി ചെയ്യുമ്പോൾ തെറ്റുകൾ കുറഞ്ഞു വരും, പെർഫെക്റ്റ് ആവും. സെൻറ്റൻസ് സ്ട്രക്ചറുകൾ മനസ്സിൽ പതിയാനും അവ ഫോം ചെയ്യാനും ഈ ഒരു മെത്തേഡ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നാം ആത്മാർത്ഥമായി ഒരു കാര്യം വിചാരിച്ചാൽ അത് സാധിക്കുമെന്നാണല്ലോ പറയാറ്. പക്ഷേ ഇംഗ്ലീഷ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ആത്മാർത്ഥമായി വിചാരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും കൂടി വേണം. ഇറ്റ്സ് ഓൺലി പോസിബിൾ വിത്ത് ഹാർഡ് ആൻഡ് കണ്ടിന്യൂസ് പ്രാക്ടീസ്. പലരും പറയുന്നത് പോലെ 15 ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും ഇംഗ്ലീഷ് ഭാഷ പഠിച്ച് സംസാരിക്കുക എന്നൊന്നും ഞാൻ പറയില്ല. ഇംഗ്ലീഷ് ഭാഷാ പഠനം എന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. എപ്പോഴും ഓരോരോ പുതിയ കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. കാരണം ഇതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഇന്ത്യൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അങ്ങനെ എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഈ ലോകഭാഷ ശരിയായ രീതിയിൽ നിങ്ങളും സ്വായത്തമാക്കുകയാണെങ്കിൽ മീൻസ് ഫ്ലുവൻറ്റ് ആൻഡ് കോൺഫിഡൻറ്റ് ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ്. ഈ ഒരു ഭാഷയുടെ ആവശ്യം വരുന്നിടത്ത് നിങ്ങൾക്കൊരു ബാഡ് പ്രസൻറ്റേഷൻ ഉണ്ടാവുകയില്ല. ഡോണ്ട് മേക്ക് എ chance to bow your head, especially in this changing competitive world in the case of job vacancies. Okay, you can do it. One more thing, if you are a new viewer, please support with subscribe. If you thumbs up the option all, which is see the next side subscribe button, you will get the video notifications on time. Don't miss the videos. See all without skipping. All is well. Bye bye. Thank you for watching.